ഹലോ, നമ്മൾ ഓരോ സ്റ്റോറി ടൈം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനോട് റിലേറ്റബിൾ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ ഉള്ള ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഓരോ സ്റ്റോറി പറയാറുണ്ട്. അതിന് സംസാരിക്കണം തോന്നുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നലെ ഞാനിട്ട റീൽ കണ്ടതിന് ശേഷം എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും നല്ലവരാവണമെന്നില്ലല്ലോ. സോ അങ്ങനത്തെ ഒരാളെ കുറിച്ച് സംസാരിക്കാനായിരുന്നു ആ കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു പെർട്ടിക്കുലർ ഹെന്ന ആർട്ടിസ്റ്റ്, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറയണ കേൾക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം കേട്ടോ. അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അവരും നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു ഹെന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് നെയിൽ കോൺസോ ഹാൻഡ് കോൺസോ ഒക്കെ വാങ്ങിയിട്ട് പിന്നീട് നമുക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഹെന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഹെന്ന കോൺസ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അത്രയും നല്ലതാവുകൊണ്ട് നമുക്ക് അത്ര സ്റ്റെയിന് കിട്ടിയിരുന്നു. എന്നിട്ട് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിയിട്ടാണല്ലോ നമ്മൾ ഹെന്ന ബിസിനസ് പൊതുവേ സ്റ്റാർട്ട് ചെയ്യാറ്. സോ അതുപോലെ ബിഗിനേഴ്സ് കിറ്റ് വാങ്ങുമ്പോൾ ആ ബിഗിനേഴ്സ് കിറ്റ് വാങ്ങി യൂസ് ചെയ്ത സമയത്ത് ഇതുപോലെ നല്ല കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ എന്താ പറയുക നല്ല സ്റ്റെയിനോ ഒന്നും ഉണ്ടാവില്ല. സോ അതെന്താന്ന് മനസ്സിലാവാണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിയാണ് ആ പെർട്ടിക്കുലർ ഹെന്ന ആർട്ടിസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ബിസിനസ് തുടങ്ങണ്ട, ആ ഒരു മോട്ടീവ് വെച്ചിട്ട് ഇയാള് എന്താ ബിഗിനേഴ്സ് കിറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ പൗഡറിൽ മീഷോന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വാങ്ങിയ പൊട്ട പൗഡർ, ഇപ്പൊ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും, ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക. അതുപോലെ നെയിൽ ലിക്വിഡ് വാങ്ങുന്നവർക്ക് നെയിൽ ലിക്വിഡിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഓയിൽ വാങ്ങുന്നവർക്ക് ഓയിലിൽ കാരിയർ ഓയിൽ മിക്സ് ആക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കുറയും, സ്റ്റെയിന് കുറയും, ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആരും ഒന്നും വാങ്ങൂലല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇയാൾക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തോന്നിവാസാണ്. ലൈക്ക് ഒരാളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആരും ബിസിനസ് ചെയ്യണ്ട, ഞാൻ എന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇനി പുതിയൊരാൾ ബിസിനസ് തുടങ്ങണ്ട എന്നുള്ള ലെവൽക്ക്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവര് ബിസിനസ് തുടങ്ങാതിരിക്കൂല. നിങ്ങളെ പ്രൊഡക്റ്റ് ഒറ്റ പ്രൊഡക്റ്റാന്ന് പോലും 4 ആളോട് പറഞ്ഞ് നടക്കുകയും അതുപോലെ തന്നെ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേറെ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ അത് വാങ്ങിയിട്ട് അതുകൊണ്ട് അവർ ബിസിനസ് ചെയ്യുന്നേ ചെയ്യും. നിങ്ങൾ അതിലൂടെ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയ ബിസിനസ് ആയിരുന്നു. ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൽ പൗഡർ ഓയിലും പിന്നെ ഒരുപാട് തവണ വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിന്റെ അർത്ഥം എന്താ, എന്റെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർക്കത് വാങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് ബിസിനസ് കുറയല്ലേ ചെയ്യുന്നത്, എന്റെ ബിസിനസ് കൂടെയാണ് ചെയ്യുന്നത്. അവര് 4 ആളോട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാൽ ചിലപ്പോൾ എന്റെ പ്രൊഡക്ട്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ പൊട്ടത്തരം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ബിസിനസ് എവിടെ എത്താൻ പോണില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അവർ അത്രയും കാലം സേവ് ചെയ്ത് വെച്ച പൈസ അല്ലെങ്കിൽ അത്രയും ഏതെങ്കിലും ഒരു കുട്ടിയുടെ വാപ്പ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസയൊക്കെ ആയിരിക്കും നിങ്ങളെ വിശ്വസിച്ച് തരുന്നുണ്ടാവുക. അതിന് നിങ്ങൾ ഇങ്ങനെ വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സെയിൽസോ ഒന്നും എവിടെ എത്തൂല. ബാക്കി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ കമന്റിൽ പറഞ്ഞോളൂ. അപ്പൊ ശരി, ബൈ.